ഹലോ, ഇന്ന് ഞാൻ ടിമുവിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് കാണിക്കാം. ആദ്യത്തേതൊരു ബാംബു ഫോൺ ഹോൾഡറാണ്. കിച്ചണിലൊക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബൊക്കെ കാണുമല്ലോ, ആ സമയത്ത് ഫോൺ വയ്ക്കാൻ ഉപയോഗിക്കുക എന്നോർത്ത് വാങ്ങിച്ചതാണ്. ഫോൺ വെച്ച് നോക്കി, നല്ലതാണ്. അടുത്തതൊരു ലിറ്റർ മാറ്റാണ്. നമ്മൾ പെറ്റ്സൊക്കെ ഉള്ളവർക്കറിയാം, അവർ ലിറ്റർ ബോക്സ് ഉപയോഗിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് ചാടുമ്പോൾ അതിനകത്ത് ആ ഗ്രെയിൻസൊക്കെ താഴെ വീഴുമല്ലോ. അപ്പോൾ ഈ മാറ്റ് വെച്ചാൽ ഇതിൽ വീണ് കിടന്നോളൂ. പിന്നെ ഇതെടുത്ത് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഞങ്ങളത് കോക്കോയ്ക്ക് വെച്ച് കൊടുത്തതാണ്. അവളതിലേക്ക് ഇറങ്ങുമോയെന്നറിയാൻ നോക്കിയിരിക്കുമായിരുന്നു. ആദ്യമൊന്നും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ കാണിച്ച് ഇങ്ങനെ വിളിച്ച് വന്നപ്പം അവളൊന്ന് ചാടി അതിനകത്തേക്ക്. അപ്പോൾ ഈ രീതിയിൽ ആ ഗ്രെയിൻസൊക്കെ ഇതിൽ വീണ് കിടന്നോളൂ. അപ്പോൾ ഇതും യൂസ്ഫുള്ളായിട്ട് തോന്നി. അടുത്തതൊരു ടേബിൾ റണ്ണറാണ്. അപ്പോൾ ഞങ്ങളുടെ ടി വി ടേബിളിൻ്റെ അതിനു വേണ്ടി ടി വി ക്യാബിനറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം ഞങ്ങളത് തുറന്നു നോക്കി. അതിൻ്റെ ആവശ്യമുള്ളതിൽ നീളം കൂടുതലുണ്ട്. അപ്പോൾ സൈഡ് കുറച്ച് ഫോൾഡ് ചെയ്ത് വയ്ക്കാമെന്ന് ഓർത്തു. പക്ഷേ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലുക്കായിട്ട് തോന്നി. ഇതാണ് ഫൈനൽ ലുക്ക്. അടുത്തതൊരു ഫിൽറ്റർ ക്ലോത്താണ്. ഇത് ഞാൻ വാങ്ങിച്ചത് പനീറൊക്കെ ഉണ്ടാക്കുമ്പോൾ പനീർ ഉണ്ടാക്കുമ്പോൾ അരിച്ചെടുക്കാൻ അതിന് ഉപയോഗിക്കാനും, പിന്നെ നമ്മളിത് ഫ്രഷായിട്ട് തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പോൾ അതിൽ സ്ക്വീസ് ചെയ്തെടുക്കാനും അങ്ങനെയുള്ള ഉപയോഗത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതിനകത്ത് ഏകദേശം 6 എണ്ണം ഉണ്ട്. ക്വാളിറ്റി എനിക്ക് നല്ലതായിട്ട് തോന്നി. നല്ല കോട്ടനാണ്. അടുത്തതൊരു പൊട്ടറ്റോ മാഷറാണ്. അപ്പം എൻ്റെ അടുത്ത് ഓൾറെഡി ഒരെണ്ണമുണ്ട്. അത് ഇപ്പം ഉപയോഗിക്കാൻ പറ്റാതെയായി, ചീത്തയായി. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്. പൊട്ടറ്റോ ഒക്കെ നമ്മൾ ബോയിൽ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മാഷ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇതൊരു ഡബിൾ സൈഡ് ഡസ്റ്റ് ബ്രഷാണ്. നമ്മൾ ഡ്രസ്സിലൊക്കെ രോമം പോലെയോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ പിടിച്ചിരിക്കും. അതുപോലെ സ്വെറ്റർ ഒക്കെ നമ്മളുടെ ഡ്രസ്സുകളുടെ കൂടെ ഒന്നിച്ച് കഴുകുമ്പോൾ അതിനകത്തുമൊക്കെ ഇങ്ങനെ ഫർ പോലെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നിർത്താണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞങ്ങളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇത് പോകുമോ എന്നറിയാനായിട്ട്. അപ്പോൾ നല്ലപോലെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നല്ലപോലെ ഡസ്റ്റും അതുമൊക്കെ അത് പിടിച്ചെടുക്കുന്നുണ്ട്. ഇതൊരു ക്യാറ്റ് ടോയ് ആണ്. അപ്പോൾ അവളിത് കോക്കോ ഇതിൻ്റെ കൂടെ കളിക്കുമെന്ന് ഓർത്താണ് വാങ്ങിച്ചത്. പക്ഷേ നല്ല രസമുണ്ട്. അതിങ്ങനെ വെച്ച് കഴിയുമ്പോൾ അത് ചെറുതായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളത് അവളുടെ ഫ്രണ്ടിലൊന്ന് ഇട്ട് കൊടുത്തു, റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവളത് തൊട്ട് പോലും നോക്കിയില്ല. അവളതിലേക്ക് നോക്കി തന്നെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ യാതൊരു മൂവ്മെൻറ്റും ഇല്ലായിരുന്നു, അതിൻ്റെ കൂടെ കളിച്ചൊന്നുമില്ല. അപ്പോൾ അതൊരു ഉപയോഗമില്ലാത്ത സാധനമായിട്ട് തോന്നി. ഞാനത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഇതൊരു ഗാർലിക് പ്രസ്സാണ്. നമുക്ക് പെട്ടെന്ന് വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ഉപയോഗിക്കാമല്ലോ എന്നോർത്ത് വാങ്ങിച്ചാണ്. ഈ രീതിയിലാണ് അത് ക്രഷ് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അടുത്തതൊരു റാക്കാണ്.
ഇപ്പം നമുക്ക് ഞാൻ കിച്ചണിൽ ഒനിയനും പൊട്ടറ്റോ ഒക്കെ ഇട്ട് വെക്കാം എന്നോർത്ത് വാങ്ങിച്ചതാണ്. സംഭവം നല്ലതാണ്, പക്ഷേ എനിക്ക് ഇത്തിരി പൊക്കം കൂടുതലാണോ എന്ന് തോന്നിപ്പോയി. റാക്കൊക്കെ കൂടുതലുണ്ട്, അതിലൊരു 5 റാക്കുണ്ട്. അപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഞാൻ ഇട്ട് വെച്ച് നോക്കിയതാണ് എന്തോരം സാധനങ്ങൾ അതിൽ കൊള്ളുമെന്ന്. അപ്പം ഒത്തിരി സാധനങ്ങൾ നമുക്കതിൽ ഇട്ട് വയ്ക്കാൻ പറ്റും, പക്ഷേ പൊക്കം കുറച്ച് കൂടുതലാണെന്ന് തോന്നി. പിന്നെ അതിന് വീതി കുറവായതുകൊണ്ട് അധിക സ്ഥലമൊന്നും അത് എടുക്കുന്നില്ല. നമുക്ക് ഒരു ചെറിയ സ്ഥലമാണെങ്കിലും അവിടെ ഇത് വയ്ക്കാം. പൊക്കം മാത്രമേ കൂടുതലുള്ളൂ, വീതി കുറവാണ്. അപ്പോൾ അത് ഇരിക്കട്ടെ എന്ന് വെച്ച് റിട്ടേൺ ചെയ്യുന്നില്ല. പിന്നെ ഞാൻ ഇത്രയും വെയിറ്റ് അതിലിട്ട് നോക്കിയത് അത് മറിഞ്ഞു വീഴുമെന്നൊക്കെ അറിയാനാണ്, പക്ഷെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതൊരു മാറ്റാണ്, ഞാൻ ഈ രീതിയിൽ ഉപയോഗിക്കാമെന്ന് ഓർത്ത് തന്നെ വാങ്ങിച്ചതാണ് അതിൻ്റെ ഫോട്ടോ കണ്ടിട്ട്. അപ്പം ഇത് നല്ലതാണ്, ഒട്ടും സ്ലിപ്പറി അല്ല, നമ്മൾ ഇട്ടാൽ അവിടെ തന്നെ കിടക്കും. പിന്നെ വെള്ളമൊക്കെ അതിനകത്തേക്ക് വീണാലും നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇതൊരു കോഫി മഗ് ടേബിളാണ് ആക്ച്വലി. പക്ഷെ ഞാനിത് ചെറിയ മസാല ടിന്നുകളൊക്കെ വെക്കാമെന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിതൊന്ന് വെച്ച് നോക്കിയതാണ്, വീണ് പോകുമെന്നറിയാൻ. വീണ് പോകുന്നൊന്നുമില്ല, പക്ഷേ അധികമൊന്നും ഇതിൽ വയ്ക്കാൻ പറ്റത്തില്ല. ഒരു 2-3 എണ്ണമൊക്കെ കൊള്ളുകയുള്ളൂ. നമ്മൾ ഫോട്ടോ കാണുമ്പോൾ ഇതിൽ ഒത്തിരിയൊക്കെ വയ്ക്കാമെന്ന് തോന്നും. പിന്നെ താഴത്തതിനും പൊക്കം കുറവാണ്, അതുകൊണ്ട് ഇത്രയും ചെറിയ ഇതുപോലെ അതിനകത്ത് ജാറ് പോലും അതിൽ വയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. പ്ലീസ് സപ്പോർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.